നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കടുത്ത ദാരിദ്ര്യത്തിലൂടെ കടന്നു പോവുകയാണ് കേരളം എന്ന സംസ്ഥാനം. ഖജനാവ് കാലിയാണ്. ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളൊന്നും തന്നെ ട്രഷറിയിൽ നിന്നും മാറുന്നില്ല. സർക്കാർ ജീവനക്കാരുടെ അടുത്ത മാസത്തെ ശമ്പളം തന്നെ കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയാണുള്ളത്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. ആ പണം കൊടുക്കാൻ പോലും ഇല്ല എന്ന് സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ പറയുന്നു. എന്നിട്ടും സർക്കാരിന്റെ ധൂർത്തിന് മാത്രം ഒരു കുറവുമില്ല. ഇപ്പോൾ ഇതാ കേരളീയം എന്ന പരിപാടിക്കായി ധൂർത്തിനായി 10 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു ധനവകുപ്പ്. ഇത്തരത്തിൽ ധൂർത്തടിക്കാൻ സർക്കാരിന്റെ ഖജനാവിൽ പണം ആവശ്യത്തിലധികമുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് 1600 രൂപ പെൻഷൻ കൊടുക്കാൻ പിണറായി സർക്കാരിന്റെ കയ്യിൽ പണമില്ല. ഖജനാവ് കാലിയാണ്, ഓട്ട ഖജനാവാണെന്ന് ധനമന്ത്രി തന്നെ വിലപിക്കും. എന്നാൽ ഇത്തരത്തിൽ പിണറായി വിജയന് സഞ്ചരിക്കാനുള്ള ഹെലികോപ്റ്ററിന് പണം നൽകുന്നതിനോ കേരളീയം എന്ന പേരിൽ സഖാക്കന്മാരുടെ പോക്കറ്റുകളിലേക്ക് ലക്ഷങ്ങൾ തിരികെ വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർക്കാർ ധൂർത്തിനോ ഖജനാവിൽ യഥേഷ്ടം പണമുണ്ട്. ഇതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നയാ പൈസയില്ലെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ധനമന്ത്രി തന്നെയാണ് ഇത്തരത്തിൽ കോടികൾ ധൂർത്തിനായി അനുവദിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇതാ 10 കോടി അനുവദിച്ചിരിക്കുന്നു. ടൂറിസം വകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. 23-ാം തീയതിയാണ് ടൂറിസം വകുപ്പ് പണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. ഉടനടി മുഖ്യമന്ത്രി ഇടപെടുന്നു, പണം അനുവദിക്കുന്നു. നേരത്തെ കേരളത്തിനായി 27 കോടി 12 ലക്ഷം രൂപ ഈ സർക്കാർ അനുവദിച്ചിരുന്നു. ഇത്രത്തോളം കടക്കെണിയിൽ പൊറുതിമുട്ടുന്ന ഒരു സർക്കാരാണ് ഇത്തരത്തിൽ കോടികൾ പൊടിച്ച് കൂത്താടുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം. ജനങ്ങളുടെ നികുതി പണമെടുത്ത് ആർഭാടം നടത്തുന്നു സർക്കാരിന്റെ പ്രതിനിധികൾ. ഇതിനൊന്നും തടസ്സമില്ല. ഈ കേരളീയം കൊണ്ട് എന്താണ് സംസ്ഥാന സർക്കാരിനുണ്ടായ ഗുണമെന്ന് ചോദിച്ചാൽ ഒരു ഗുണവുമില്ല. കേരളത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിന് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. എന്നിട്ടും അതിന്റെ പേരിൽ വീമ്പടിച്ച് വീണ്ടും വീണ്ടും കോടികൾ പൊടിക്കുകയാണ് സർക്കാർ. ഇപ്പോൾ ധനമന്ത്രിക്ക് മിണ്ടാട്ടമില്ല. മറ്റേതെങ്കിലും ആവശ്യമുള്ള മേഖലയിൽ പണം നൽകാൻ പറഞ്ഞാൽ ധനമന്ത്രി പറയും നയാ പൈസയില്ല സർക്കാരിന്റെ കയ്യിൽ. എന്നാൽ മുഖ്യമന്ത്രി കണ്ണുരുട്ടുന്നതോടുകൂടി ആ ആവശ്യമുള്ള പണം അനുവദിക്കും ധനമന്ത്രി. നേരത്തെ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററിന് 60 ലക്ഷം രൂപ ഈ മാസം അനുവദിച്ചിരുന്നു. അതിന് 90 ലക്ഷം രൂപയാണ് ഒരു മാസം മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന്റെ വാടക. 30 ലക്ഷം രൂപ മാത്രമാണ് ഈ വകുപ്പിൽ DGPയുടെ പക്കൽ ഉണ്ടായിരുന്നത്, പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് DGP സംസ്ഥാന സർക്കാരിലേക്ക് കത്തെഴുതി. കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക തുകയടക്കം ആ ഹെലികോപ്റ്റർ കമ്പനി ആവശ്യപ്പെടുന്നുണ്ട്. അത് കൊടുക്കാത്ത പക്ഷം ഹെലികോപ്റ്റർ അവർ തിരികെ കൊണ്ടുപോകും. ഉടനടി മുഖ്യമന്ത്രി ഉത്തരവിട്ടു, എന്റെ ഹെലികോപ്റ്ററിന്റെ വാടക എത്രയും പെട്ടെന്ന് നൽകണം. അങ്ങനെ അടിയന്തരമായി ഉത്തരവിറങ്ങി 60 ലക്ഷം രൂപ DGPയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു ഹെലികോപ്റ്ററിന്റെ വാടക കൊടുക്കാൻ. ഇതൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. എന്നാൽ മറിയക്കുട്ടിയുടെ ക്ഷേമ പെൻഷൻ കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമല്ല. കുട്ടനാട്ടിൽ നിന്നും നെല്ല് സംഭരിച്ച വകയിലുള്ള കർഷകന്റെ കടം തീർക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമല്ല. സിവിൽ സപ്ലൈസ് വഴിയുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമല്ല. റേഷൻ കടകളിൽ മുടങ്ങാതെ റേഷൻ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് അത്യാവശ്യ കാര്യമല്ല. വിപണിയിൽ അനിയന്ത്രിതമായി വരുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്നുള്ളത് അത്യാവശ്യ കാര്യമല്ല. ഏറ്റവും അത്യാവശ്യ കാര്യം മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് വാടക അടയ്ക്കുക, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കാലിത്തൊഴുത്ത് നിർമ്മിക്കുക, മുഖ്യമന്ത്രിയുടെ വസതിയിൽ നീന്തൽക്കുളം ഉണ്ടാക്കുക, മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ അത്യാഡംബരപൂർവ്വമുള്ള ബസ് 1 കോടി രൂപ മുടക്കി ഇറക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം, ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം, ഏറ്റവും അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട കാര്യം. അത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നീട് സമയമുണ്ടെങ്കിൽ മാത്രം സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. ആ നയവുമായി തന്നെയാണ് പിണറായി വിജയനും കൂട്ടരും മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴിതാ സംസ്ഥാനത്തിന് വായ്പ എടുക്കാനുള്ള പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു. അതിന് കേന്ദ്രത്തെ പഴിചാരുകയാണ് സംസ്ഥാനം. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? അനിയന്ത്രിതമായി കടമെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ സംസ്ഥാനം പൂർണ്ണമായ കടക്കണിയിലാകുന്നു. അതിന്റെ ബാധ്യത ഒടുവിൽ വന്നു ചേരുന്നത് കേന്ദ്രത്തിന്റെ പേരിലായിരിക്കാം. അതുകൊണ്ട് റിസർവ് ബാങ്ക് തന്നെയാണ് വായ്പാ പരിധി വെട്ടിക്കുറച്ചത്. സംസ്ഥാനത്തിന് വായ്പയ്ക്ക് ഗ്യാരണ്ടി നിൽക്കാനുള്ള പരിധിയും വെട്ടിക്കുറച്ചു. എന്തുകൊണ്ടാണ്? KSRTCയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ വായ്പ എടുത്തു. KTDFCയിൽ നിന്ന് ഗ്യാരണ്ടി നിന്നത് സംസ്ഥാന സർക്കാർ. ഒടുവിൽ KTDFCക്ക് ആ പണം നിക്ഷേപകർക്ക് കൊടുത്തു തീർക്കേണ്ട സമയമെത്തി. KTDFC KSRTCയുടെ പണം ചോദിച്ചു. KSRTC പറഞ്ഞു ഞങ്ങളുടെ കയ്യിലില്ല, സംസ്ഥാന സർക്കാർ തരാം. KTDFC സംസ്ഥാന സർക്കാരിന് കത്തയച്ചു. സർക്കാർ കൈമലർത്തി. ഒടുവിൽ നിക്ഷേപകർ കോടതിയിൽ പോയി. കോടതി KTDFCയോട് ചോദിച്ചു പണം എവിടെ?
KTDFC പറഞ്ഞു, KSRTC കൊടുത്തു, സർക്കാരാണ് ഗ്യാരണ്ടി. കോടതി സർക്കാരിനോട് ചോദിച്ചു, ഈ നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടേതല്ലേ, നിങ്ങൾ എപ്പോൾ ആ പണം തിരികെ നൽകും? ഉടനെ സർക്കാർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ നയാ പൈസയില്ല കൊടുക്കാൻ, ക്ഷേമ പെൻഷൻ പോലും മുടങ്ങിയിട്ട് മാസങ്ങളായി, പിന്നെയാണ് നിക്ഷേപകരുടെ പണം. അപ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസ് നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് തീരുമാനമെടുത്തത്. ഇത്തരത്തിൽ പറഞ്ഞു പറ്റിക്കുന്ന ഒരു സംസ്ഥാനത്തിന് വായ്പാ ഗ്യാരണ്ടി പരിധി ഒരുപാട് നൽകിയാൽ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കും. അതുകൊണ്ട് റിസർവ് ബാങ്ക് കേരളത്തിന്റെ വായ്പാ ഗ്യാരണ്ടി പരിധി വെട്ടിക്കുറച്ചു. 5000 കോടി രൂപ വായ്പ എടുക്കാനുള്ള ഗ്യാരണ്ടി മാത്രമായി നിജപ്പെടുത്തി. അതിന്റെ കാരണം കേരളം എടുക്കുന്ന പണമൊന്നും തിരിച്ചടയ്ക്കുന്നില്ല. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു. കൂടുതൽ കടക്കണിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ കടമെടുക്കാനുള്ള അവസരം കേരളത്തിന് ലഭിച്ചാൽ ആ പണം മുഴുവൻ കടമെടുത്തുകൊണ്ട് നേതാക്കന്മാർ പോക്കറ്റ് വീർപ്പിക്കും. പിന്നീട് കേരളം ഒരിക്കലും തിരിച്ചു കയറാനാകാത്ത രീതിയിൽ കടക്കണിയിൽ അമരും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും നിയന്ത്രണങ്ങൾ കേരളത്തിന് മേൽ വന്നത്. എന്നിട്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. കേന്ദ്രം പണം നൽകാനുണ്ട്, GST വീതം നൽകാനുണ്ട്, മറ്റനേകം കോടികൾ നൽകാനുണ്ട് എന്ന് പറയുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആകട്ടെ അക്കമിട്ട് നിരത്തിയാണ് ഇതിന് മറുപടി പറഞ്ഞത്. ഏതൊക്കെ ഇനത്തിൽ എത്ര കോടി രൂപ സംസ്ഥാനത്തിന് നൽകി, ഇനി എത്ര നൽകാനുണ്ട്, കണക്ക് നൽകിയതിന്റെ എല്ലാം തുക കേരളത്തിന് നൽകിയിട്ടുണ്ട്. എന്നാൽ കേരളം കണക്ക് അവതരിപ്പിക്കാത്ത പണം നൽകിയിട്ടില്ല. അതിന്റെ കാര്യവുമില്ല. കണക്ക് അവതരിപ്പിക്കാതെ പണം നൽകാൻ ആരും നിർബന്ധിക്കില്ലല്ലോ. അപ്പോ സംസ്ഥാനത്തിന്റെ വാദങ്ങൾ പൊള്ളത്തരമാണ്. ഇവിടെ ധൂർത്തും കെടുകാര്യസ്ഥതയും മൂലം ദാരിദ്ര്യത്തിൽ നിന്ന് കൂപ്പുകുത്തുന്ന ഒരു സംസ്ഥാന സർക്കാർ കേരള സദസ് എന്ന പേരിൽ വടക്ക് നിന്ന് തെക്കോട്ടുള്ള മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് തന്നെ പൊടിച്ചത് കോടികളാണ്. നേരിട്ടുമല്ലാതെയും പിരിവെടുത്തത് അതിനേക്കാൾ വലിയ കോടികൾ. ജില്ലാ കളക്ടർമാർക്ക് വരെ പിരിവിന്റെ ഉത്തരവാദിത്വം നൽകിയ കേരളത്തിലെ ലോകത്തിലെ ആദ്യ സർക്കാർ, പഠിച്ച് IAS എടുത്ത് ജില്ലാ കളക്ടർമാരായി എത്തിയവരോട് ബക്കറ്റ് പിരിവ് നടത്താൻ പറയുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി. ഈ ഖ്യാതിയൊക്കെ പിണറായി വിജയൻ സർക്കാരിനുള്ളതാണ്. എന്നിട്ട് ഇപ്പോൾ ഇതാ വീണ്ടും ധൂർത്തിന്റെ പെരുമഴ തന്നെ നമ്മൾ കാണുകയാണ്. ആരെയും ഭയമില്ലാതെ ജനങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളുടെ നികുതിപ്പണം ഖജനാവിൽ നിന്നും തോന്നിയ പടി ചെലവഴിക്കുന്ന ഒരു സർക്കാർ. എന്നാൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സർക്കാർ. അങ്ങനെ ഒരു സർക്കാർ ലോകത്ത് വേറെ ഉണ്ടാകില്ല എന്നുള്ള റെക്കോർഡ് കൂടി ഈ സർക്കാർ ഇരിക്കട്ടെ. 5000 കോടി രൂപ വായ്പ എടുക്കാനുള്ള ഗ്യാരണ്ടി മാത്രമായി നിജപ്പെടുത്തി. അതിന്റെ കാരണം കേരളം എടുക്കുന്ന പണമൊന്നും തിരിച്ചടയ്ക്കുന്നില്ല. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു. കൂടുതൽ കടക്കണിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ കടമെടുക്കാനുള്ള അവസരം കേരളത്തിന് ലഭിച്ചാൽ ആ പണം മുഴുവൻ കടമെടുത്തുകൊണ്ട് നേതാക്കന്മാർ പോക്കറ്റ് വീർപ്പിക്കും. പിന്നീട് കേരളം ഒരിക്കലും തിരിച്ചു കയറാനാകാത്ത രീതിയിൽ കടക്കണിയിൽ അമരും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും നിയന്ത്രണങ്ങൾ കേരളത്തിന് മേൽ വന്നത്. എന്നിട്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. കേന്ദ്രം പണം നൽകാനുണ്ട്, GST വീതം നൽകാനുണ്ട്, മറ്റനേകം കോടികൾ നൽകാനുണ്ട് എന്ന് പറയുന്നു.